ഇപ്പോൾ ഒരു വലിയ ആയുധ മത്സരത്തിലാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ. ആയുധങ്ങൾക്കും സൈനിക വികസനത്തിനുമായി ലോകരാജ്യങ്ങൾ ചിലവഴിക്കുന്ന തുക റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സിപ്രി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 5 സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നു. അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ നിൽക്കുന്ന അതേ മുൻനിരയിലേക്ക് ഇന്ത്യ എത്താൻ കാരണം എന്താണ്? നമ്മുടെ സൈനിക ബജറ്റ് ഇത്രത്തോളം ഉയരാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അമ്പരിപ്പിക്കുന്ന കുതിപ്പ്. 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സൈനിക ചെലവ് 8.9% വർദ്ധിച്ച് $92.1 ബില്യൺ എത്തിയിരിക്കുകയാണ്. അതായത് ഏകദേശം 7 ലക്ഷം കോടി രൂപയോളം. അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി എന്നിവർക്ക് തൊട്ടു പിന്നാലെ 5ാം സ്ഥാനത്താണ് നമ്മൾ. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ഇത്രത്തോളം ഉയർന്നത്? ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികൾ, അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ആധുനിക പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. വ്യോമസേനയുടെ പ്രവർത്തന ചെലവിൽ മാത്രം 18 മുതൽ 50% വരെ വർധനവാണ് ഉണ്ടായത്. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. അയൽ രാജ്യമായ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? അവർ 11% വർധനവോടെ $11.9 ബില്യൺ ചിലവാക്കിയത്. ഇന്ത്യയുടെ സൈനിക ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന് ചെലവാക്കുന്ന തുക വെറും 12.9% മാത്രമാണ്. എങ്കിലും പാകിസ്ഥാൻ വലിയ തുക മുടക്കുന്നത് ചൈനയിൽ നിന്ന് ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും വാങ്ങിക്കൂട്ടാനാണ്. അതിർത്തിയിലെ ഭീഷണികൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആധുനികവൽക്കരണം അനിവാര്യമാണെന്നാണ് ഇന്ത്യ കരുതുന്നത്. ആഗോള സൈനിക ചെലവ് ലോകം മുഴുവൻ ആയുധങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഏകദേശം $2,887 ബില്യൺ ആണ്. റഷ്യ യുക്രൈൻ യുദ്ധവും ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആയുധ കച്ചവടത്തിന് വലിയ വേഗത നൽകുന്നുണ്ട്. 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്, $954 ബില്യൺ. 2ാം സ്ഥാനത്ത് ചൈനയും, $336 ബില്യൺ. 3ാം സ്ഥാനത്ത് റഷ്യ, $190 ബില്യൺ. നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ബഡ്ജറ്റ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് ആഗോള സുരക്ഷയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ നിലപാടുകൾ മാറുന്നതോടെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായി മാറുകയാണ്. സമാധാനം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഇന്ത്യയുടെ ഈ സൈനിക വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബഡ്ജറ്റ് വിഹിതം ഇനിയും ഉയർത്തണോ? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.